ഒന്ന് കൊരിന്ത്യർ ലേഖനം 10 അധ്യായം 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അവിശ്വാസികളിൽ ഒരുവൻ നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾക്ക് പോകുവാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ മുൻപിൽ വിളമ്പുന്നത് എന്തായാലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷിക്കാതെ തിന്നുവിൻ. എങ്കിലും ഒരുവൻ ഇത് വിഗ്രഹാർപ്പിതം എന്ന് നിങ്ങളോട് പറഞ്ഞാൽ ആ അറിയിച്ചവൻ നിമിത്തവും മനസാക്ഷി നിമിത്തവും തിന്നരുത്. മനസാക്ഷി എന്ന് ഞാൻ പറയുന്നത് തന്റേതല്ല, മറ്റവന്റേതത്രേ. എന്റെ സ്വാതന്ത്ര്യം അന്യമനസാക്ഷിയാൽ വിധിക്കപ്പെടുന്നത് എന്തിന്? നന്ദിയോടെ അനുഭവിച്ച് സ്തോത്രം ചെയ്ത സാധനം നിമിത്തം ഞാൻ ദുഷിക്കപ്പെടുന്നത് എന്തിന്? 1 കൊരിന്ത്യർ 10 അധ്യായം 27 മുതൽ 30 വരെയുള്ള വാക്യത്തിലെ കാതലായ അർത്ഥം: ഒരു അവിശ്വാസിയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ വിശ്വാസിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അത് വിഗ്രഹാർപ്പിതമാണ് എന്ന് മറ്റൊരു സഹോദരൻ തൊട്ടു കാണിച്ചാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തെക്കാൾ ആ സഹോദരന്റെ ബലഹീനമായ മനസാക്ഷിയെയും അവൻ ഇടറി പോകാതിരിക്കുന്നതിനെയും മുൻനിർത്തി നാം ആ ഭക്ഷണം കഴിക്കാതെ ഒഴിവാക്കണം എന്നതാണ്. മറ്റുള്ളവർക്ക് കെണിയോ ഇടർച്ചയോ വെക്കരുത് എന്ന ദൈവിക പ്രമാണം ഇതിന് ആധാരമാണ്. ലേവ്യ പുസ്തകം 19 അധ്യായം 14 വാക്യത്തിൽ കുരുടന്റെ മുൻപിൽ ഇടർച്ച വെക്കരുത് എന്ന് എഴുതി കാണുന്നു. ദാനിയേൽ പ്രവചനം 1 അധ്യായത്തിൽ അന്യരാജാവിന്റെ രാജഭോജനം വീഞ്ഞും അശുദ്ധമാണ് എന്ന് അറിഞ്ഞപ്പോൾ തങ്ങളെ തന്നെ മലിനമാക്കാതിരിക്കാൻ ദാനിയേൽ അത് കഴിക്കാതെ ഒഴിവാക്കി. തങ്ങളുടെ ഭക്തിയും മറ്റുള്ളവരുടെ ആത്മീയ കാഴ്ചപ്പാടും കാത്തു സൂക്ഷിക്കാൻ ഭക്ഷണ സ്വാതന്ത്ര്യം ഉപേക്ഷിച്ച പഴയ നിയമ ഉദാഹരണമാണിത്. മറ്റുള്ളവരുടെ മനസാക്ഷിയെ മുറിപ്പെടുത്തുന്നതിനെക്കുറിച്ച് യേശു കടുത്ത താക്കീത് നൽകിയിരുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തൻ ആരെങ്കിലും ഇടർച്ച വരുത്തിയാൽ അവന്റെ കഴുത്തിൽ ഒരു വലിയ തിരികല്ല് കെട്ടി അവനെ സമുദ്രത്തിന്റെ ആഴത്തിൽ താഴ്ത്തിക്കളയുന്നത് അവന് നന്ന് എന്ന് മത്തായി സുവിശേഷം 18 അധ്യായം 6 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്വന്തം സ്വാതന്ത്ര്യത്തെക്കാൾ മറ്റുള്ളവരുടെ ആത്മീയ സുരക്ഷിതത്വത്തിന് യേശു വലിയ പ്രാധാന്യം നൽകിയിരുന്നു. വിശുദ്ധ പൗലോസ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ കൊരിന്തിലെ ദൈവവിശ്വാസികളുടെ പ്രകാരം എഴുതി അറിയിക്കുന്നത് എന്തിനാണ്? കൊരിന്തിലെ ജ്ഞാനികൾ വാദിച്ചു, ഞങ്ങൾക്ക് അറിവുണ്ട്, വിഗ്രഹം ഒന്നുമല്ല എന്ന് അറിയാം. അതുകൊണ്ട് അവിശ്വാസിയുടെ വീട്ടിൽ വെച്ച് വിഗ്രഹത്തിന് അർപ്പിച്ച മാംസമാണ് എന്ന് അറിഞ്ഞാലും നന്ദി പറഞ്ഞ് തിന്നാൽ ഞങ്ങൾക്ക് ഒരു പാപവുമില്ല. വിശുദ്ധ പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്നു, നിങ്ങളുടെ അറിവും സ്വാതന്ത്ര്യവും ശരി തന്നെ, എന്നാൽ ഇത് വിഗ്രഹത്തിന് അർപ്പിച്ചതാണ് എന്ന് ഒരാൾ പറഞ്ഞു തരുമ്പോൾ അത് കഴിച്ചാൽ അവന്റെ മനസാക്ഷി മുറിപ്പെടും. നിങ്ങളുടെ സ്വാതന്ത്ര്യം നിമിത്തം മറ്റൊരുത്തന് ഇടർച്ചയാകുവാൻ ഇടയാകരുത്. ദൈവത്തിന് നന്ദി പറഞ്ഞ് കഴിക്കുന്ന കാര്യമാണെങ്കിൽ പോലും സഹോദരനെ പ്രതി അത് ഉപേക്ഷിക്കുക. ഈ വാക്യത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ചില സത്യങ്ങളും പ്രായോഗിക കർത്തവ്യങ്ങളും ഇവയൊക്കെയാണ്. 1. പാപമല്ലെങ്കിൽ പോലും നമ്മുടെ ഒരു പ്രവൃത്തി മറ്റൊരാളുടെ വിശ്വാസത്തെ തകർക്കുമെങ്കിൽ അത് വേണ്ട എന്ന് വെക്കുവാനുള്ള സ്നേഹം കാണിക്കുക. 2. എനിക്ക് കുഴപ്പമില്ലല്ലോ, എന്റെ മനസാക്ഷി ശുദ്ധമാണല്ലോ എന്ന് മാത്രം ചിന്തിക്കാതെ ഒപ്പമുള്ള സഹോദരന്റെ മനസാക്ഷിയെ കൂടി പരിഗണിക്കുക. 3. നാം നന്ദിയോടെ ചെയ്യുന്ന കാര്യങ്ങൾ പോലും മറ്റുള്ളവരുടെ വിമർശനത്തിനോ ദുഷിപ്പിനോ കാരണം ആകാത്ത രീതിയിൽ വിവേകത്തോടെ ചെയ്യുക. ചുരുക്കത്തിൽ ക്രൈസ്തവ സ്വാതന്ത്ര്യത്തിന്റെ അതിര് സഹോദരന്റെ മനസാക്ഷിയാണ്. സ്വന്തം അവകാശങ്ങളെക്കാൾ മറ്റുള്ളവരുടെ ആത്മീയ സംരക്ഷണത്തിന് മുൻഗണന നൽകുക. എന്നീ വചനത്താൽ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.